എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് +1 കെമിസ്ട്രിയിലെ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില പോയിന്റുകളാണ്. അതായത് ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് കാർബണിന്റെയും ഹൈഡ്രജന്റെയും പ്രസൻസ് എങ്ങനെ മനസ്സിലാക്കാം, അതായത് ടെസ്റ്റ് ഫോർ കാർബൺ ആൻഡ് ഹൈഡ്രജൻ. അതുപോലെ തന്നെ ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് കാണുന്ന കാർബണിന്റെയും ഹൈഡ്രജന്റെയും പെർസെൻറ്റേജ് എത്രയാണ് എന്നുള്ള കാര്യം, അതായത് അതിനകത്ത് ഉൾപ്പെടുന്ന ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. പിന്നെ അതുപോലെ തന്നെ അമീൻസ് പോലുള്ള ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് കാണുന്ന നൈട്രജൻ പോലുള്ള എലമെന്റുകൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ള കാര്യം. അപ്പോൾ 3 കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം ടെസ്റ്റ് ഫോർ കാർബൺ ആൻഡ് ഹൈഡ്രജൻ ഇൻ ആൻ ഓർഗാനിക് കോമ്പൗണ്ട്. രണ്ടാമത്തെ കാര്യം എസ്റ്റിമേഷൻ ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ പ്രസന്റ് ഇൻ ആൻ ഓർഗാനിക് കോമ്പൗണ്ട്. മൂന്നാമത്തെ കാര്യം ടെസ്റ്റ് ഫോർ നൈട്രജൻ ഇൻ ആൻ ഓർഗാനിക് കോമ്പൗണ്ട്. ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് കാണുന്ന നൈട്രജന്റെ പ്രസൻസ് മനസ്സിലാക്കാം. അപ്പോൾ അതിലാദ്യം നമുക്ക് കാർബണിന്റെയും ഹൈഡ്രജന്റെയും പ്രസൻസ് എങ്ങനെ മനസ്സിലാക്കാം എന്ന് ചോദിച്ചാൽ, എന്തായാലും ഡെഫിനറ്റ് ആയിട്ട് ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് കാർബണും ഹൈഡ്രജനും ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. എന്നാലും അതിന്റെ പ്രസൻസ് എങ്ങനെ മനസ്സിലാക്കാം എന്ന് നമുക്ക് ടെസ്റ്റിലൂടെ മനസ്സിലാക്കാം. അപ്പൊ അതിനുവേണ്ടി ആ ഓർഗാനിക് കോമ്പൗണ്ടിനെ ഓക്സിഡൈസ് ചെയ്യണം. ഇനി ഓക്സിഡൈസ് ചെയ്യുന്ന സമയത്ത് അവിടെ കോപ്പർ ഓക്സൈഡിന്റെ പ്രസൻസിൽ ഓക്സിഡൈസ് ചെയ്യുക. അങ്ങനെ ഓക്സിഡൈസ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് കാണുന്ന കാർബൺ ഓക്സിഡൈസ് ചെയ്തിട്ട് ഡെഫിനറ്റ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഫോമിലേക്ക് മാറും. അതുപോലെ തന്നെ ഹൈഡ്രജൻ ഓക്സിഡൈസ് ചെയ്തിട്ട് വാട്ടറിന്റെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ. അപ്പൊ ഇനി കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രസൻസ് എങ്ങനെ മനസ്സിലാക്കാം എന്ന് ചോദിച്ചാൽ, ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ ലൈം വാട്ടറിലൂടെ പാസ് ചെയ്യുക. ലൈം വാട്ടർ നമുക്കറിയാം, അത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ കാൽസ്യം കാർബണേറ്റ് ഫോം ചെയ്യും. ഈ കാൽസ്യം കാർബണേറ്റിന്റെ പ്രത്യേകത അവിടെ ഒരു മിൽക്കി ടർബിഡിറ്റി അപ്പിയറൻസ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ആ ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് കാർബൺ ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് വാട്ടറിന്റെ പ്രസൻസ് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ, ഈ കിട്ടുന്ന വാട്ടറിനെ നമ്മൾ ആൻഹൈഡ്രസ് കോപ്പർ സൾഫേറ്റിലൂടെ പാസ് ചെയ്യുക. ഈ ആൻഹൈഡ്രസ് കോപ്പർ സൾഫേറ്റിന്റെ പ്രത്യേകത അത് വൈറ്റ് കളറാണ്. ഇനി അതേസമയം ആ കോപ്പർ സൾഫേറ്റിന്റെ കൂടെ വാട്ടറും കൂടെ കോർഡിനേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ CuSO4 5H2O, അതായത് കോപ്പർ സൾഫേറ്റ് പെന്റാഹൈഡ്രേറ്റുകളായി മാറുന്നുണ്ട്. ഈ കോപ്പർ സൾഫേറ്റ് പെന്റാഹൈഡ്രേറ്റിന്റെ പ്രത്യേകത അത് ബ്ലൂ കളറാണെന്ന് ഓർമ്മിക്കുക. ഓക്കെ. അപ്പൊ അവിടെ ആൻഹൈഡ്രസ് കോപ്പർ സൾഫേറ്റിലൂടെ അല്ലെങ്കിൽ വൈറ്റ് കളറുള്ള ആൻഹൈഡ്രസ് കോപ്പർ സൾഫേറ്റിലൂടെ വാട്ടർ പാസ് ചെയ്യുന്ന സമയത്ത് ബ്ലൂ കളർ ഉണ്ടായാൽ തന്നിരിക്കുന്ന കോമ്പൗണ്ടിനകത്ത് ഡെഫിനറ്റ് ആയിട്ട് ഹൈഡ്രജൻ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഓക്കെ. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഒന്നുകൂടെ ആലോചിക്കാം. അപ്പൊ എങ്ങനെ നമുക്ക് കാർബണിന്റെയും ഹൈഡ്രജന്റെയും പ്രസൻസ് മനസ്സിലാക്കാം എന്ന് ചോദിച്ചാൽ പറയേണ്ടത് ഇത്രയേ ഉള്ളൂ. തന്നിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടിനെ നമ്മൾ ഓക്സിഡൈസ് ചെയ്യണം ഇൻ പ്രസൻസ് ഓഫ് കോപ്പർ ഓക്സൈഡ്. ആ സമയത്ത് കാർബൺ ഓക്സിഡൈസസ് ടു ഫോം carbon dioxide and hydrogen oxidizes to form water. Presence of carbon dioxide can be detected by using passing it through lime water solution. Lime water lode pass ചെയ്യുന്ന സമയത്ത് അവിടെ മിൽക്കി ടർബിഡിറ്റി അപ്പിയറൻസ് ഫോം ചെയ്യുന്നു. അതിന് കാരണം കാൽസ്യം കാർബണേറ്റ് ഫോം ചെയ്യുകയാണ്. അങ്ങനെ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രസൻസ് മനസ്സിലാക്കാം. ഇനി എങ്ങനെ നമുക്ക് വാട്ടറിന്റെ പ്രസൻസ് മനസ്സിലാക്കാം എന്ന് ചോദിച്ചാൽ, ആൻഹൈഡ്രസ് കോപ്പർ സൾഫേറ്റിന്റെ പ്രത്യേകത അവിടെ വൈറ്റ് കളറാണ്. ആ വൈറ്റ് കളർ ആൻഹൈഡ്രസ് കോപ്പർ സൾഫേറ്റിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ബ്ലൂ കളർ ഫോം ചെയ്താൽ തന്നിരിക്കുന്ന കോമ്പൗണ്ടിനകത്ത് ഹൈഡ്രജൻ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ബ്ലൂ കളർ കിട്ടാൻ കാരണം അവിടെ CuSO4 5H2O ഫോം ചെയ്യുന്നത് കൊണ്ടാണെന്ന് കൂടെ നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ. അപ്പൊ അങ്ങനെ ഓരോ പോയിന്റ് വ്യക്തമായി പഠിക്കാം. അപ്പൊ ഒന്നാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ കാര്യം എസ്റ്റിമേഷനിലേക്ക് വരാം. കാർബണിന്റെയും ഹൈഡ്രജന്റെയും എമൗണ്ട് അല്ലെങ്കിൽ പെർസെൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ചോദിച്ചാൽ, നമുക്ക് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഓർഗാനിക് കോമ്പൗണ്ട് എടുക്കുക. അതായത് കാർബണും ഹൈഡ്രജനും ഉണ്ട് എന്ന് നമ്മൾ പറയുന്ന ആ ഓർഗാനിക് കോമ്പൗണ്ട് എടുത്തു.
ആ ഓർഗാനിക് കോമ്പൗണ്ടിന്റെ ടോട്ടൽ മാസ് എം ഗ്രാം എന്നിരുന്നോട്ടെ. ഓക്കെ, അപ്പൊ എം ഗ്രാം, ഈ എം ഗ്രാം എന്ന ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് കാർബണും ഉണ്ടായിരിക്കും, ഹൈഡ്രജൻ ഉണ്ടായിരിക്കും, വേറെ എന്തെങ്കിലും എലമെന്റും ഒക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇത് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇതിനെ ഓക്സിഡൈസ് ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ കോപ്പർ ഓക്സൈഡിന്റെ പ്രസൻസിൽ ഓക്സിഡേഷൻ സമയത്ത് നേരത്തെ മനസ്സിലാക്കിയ പോലെ തന്നെ അവിടെ കാർബൺ ഓക്സിഡൈസ് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസായി മാറുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈഡ്രജൻ ഓക്സിഡൈസ് ചെയ്തിട്ട് വാട്ടറായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അപ്പൊ എങ്കിൽ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് എത്ര അവിടെ ഫോം ചെയ്തു? നമ്മൾ നേരത്തെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രസൻസ് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റുകളെ പറ്റി പറഞ്ഞു. ഇപ്പൊ ഇനി അങ്ങനെയല്ല മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് എത്ര ഗ്രാം ഉണ്ടായെന്ന് തിരിച്ചറിയണമെങ്കിൽ ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിനകത്ത് ശേഖരിക്കുക, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിനകത്ത് സ്റ്റോർ ചെയ്യുക. അങ്ങനെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഫോം ചെയ്ത കാർബൺ ഡൈ ഓക്സൈഡിന്റെ വെയിറ്റ് കിട്ടുന്നുണ്ട്. തൽക്കാലത്തേക്ക് അവിടെ കിട്ടിയ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാസ് M1 എന്നാണെന്ന് വെച്ചോ, M1 ഗ്രാം എന്ന് വെച്ചു. ഇതിന് നമുക്ക് M1 എന്നോ M2 എന്നോ X എന്നോ K എന്നോ ഏത് ലെറ്റർ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ തൽക്കാലത്തേക്ക് ഞാൻ അവിടെ തൽക്കാലം അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്ത എമൗണ്ട് M1 ഗ്രാം ആണെന്ന് പറയുന്നു. ഇനി കിട്ടിയ വാട്ടറിനെ എവിടെ സ്റ്റോർ ചെയ്യാന്ന് ചോദിച്ചാൽ കാൽസ്യം ക്ലോറൈഡിനകത്ത് ശേഖരിക്കുക. കാൽസ്യം ക്ലോറൈഡിനകത്ത് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അവിടെ ഫോം ചെയ്ത വാട്ടറിന്റെ എമൗണ്ട് കിട്ടുന്നുണ്ട്. അങ്ങനെ ഫോം ചെയ്ത വാട്ടറിന്റെ എമൗണ്ട് നമുക്ക് ഇപ്പൊ M2 ആണെന്ന് വെച്ചോ. ഓക്കെ, ഈ കൊടുക്കുന്ന ലിറ്ററിനൊന്നും വേറെ പ്രാധാന്യമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലിറ്റർ കൊടുത്ത് പഠിക്കാം, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ആലോചിക്കാം. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എസ്റ്റിമേഷൻ ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ ആണ്. ഇതുവരെ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഓർഗാനിക് കോമ്പൗണ്ട് M മാസ് ഉള്ള ഓർഗാനിക് കോമ്പൗണ്ടിനെ നമ്മൾ ഓക്സിഡൈസ് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് കോപ്പർ ഓക്സൈഡ്. ആ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഫോം ചെയ്യുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡിനെ കളക്ട് ചെയ്യുന്നത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനകത്താണ്. വാട്ടറിനെ കളക്ട് ചെയ്യുന്നത് കാൽസ്യം ക്ലോറൈഡിനകത്താണ്. അങ്ങനെ കളക്ട് ചെയ്ത് കിട്ടുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാസ് നമുക്ക് മനസ്സിലായിട്ടുണ്ട്, M1 ഗ്രാം ആണ്. അതേസമയം വാട്ടറിന്റെ മാസ് M2 ഗ്രാം ആണ്. ഈ കൊടുക്കുന്ന ലെറ്റർ ഒന്നും വേറെ പ്രത്യേകിച്ച് പ്രാധാന്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെറ്റർ W എന്നോ W1 എന്നോ K1 എന്നോ ഇഷ്ടമുള്ള ലെറ്റർ കൊടുത്ത് പറയാം. പക്ഷെ കാര്യം അവിടെ മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. ഇനി നമുക്ക് ആലോചിക്കാം അടുത്ത പെർസെന്റേജ് ഓഫ് കാർബൺ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ചോദിച്ചാൽ നമുക്ക് ആലോചിക്കാം. നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രത്യേകത കാർബൺ CO2ന്റെ കാർബൺ അറ്റോമിക് മാസ് 12, ഓക്സിജന്റെ അറ്റോമിക് മാസ് 16 × 2 32, ടോട്ടൽ കൂട്ടുമ്പോൾ 44. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിനകത്ത് 12 ഗ്രാം കാർബൺ ഉണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പെർസെന്റേജ് ഓഫ് കാർബൺ ആണ്. അപ്പോൾ നമുക്കറിയാവുന്നത് 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിനകത്ത് 12 ഗ്രാം കാർബൺ ഉണ്ട്. അപ്പൊ എങ്കിൽ M1 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിനകത്ത് എത്ര ഗ്രാം കാർബൺ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇത്രയും കാണപ്പെടുന്നത് ടോട്ടൽ എമ്മിനകത്താണ് ഇത്രയും കാണുന്നത്. എങ്കിൽ 100-ൽ എത്ര എന്ന് പറയുന്നതാണ് പെർസെന്റേജ് ഓഫ് കാർബൺ. ഓക്കെ, അപ്പൊ പെർസെന്റേജ് ഓഫ് കാർബൺ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അത് വേറെ ഒന്നുമില്ല, 44 ഗ്രാമിൽ 12 ഗ്രാം ഉണ്ടെങ്കിൽ M1 ഗ്രാമിൽ എത്രയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇത്രയും കാണപ്പെടുന്നത് ടോട്ടൽ എമ്മിനകത്താണ്. എങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പെർസെന്റേജ് ആണ്. പെർസെന്റേജ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് 100-ലാണെന്ന് ഓർമ്മിക്കുക. സോ പെർസെന്റേജ് ഓഫ് കാർബൺ കണ്ടുപിടിക്കാനുള്ള ഫോർമുല റെഡിയായി. 12 × M1 × 100 / 44 × M. അതിൽ M1 എന്ന് ഉദ്ദേശിക്കുന്നത് എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കളക്റ്റഡ് ആണ്. അതിൽ M എന്ന് ഉദ്ദേശിക്കുന്നത് മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ആണെന്ന് മനസ്സിലാക്കണം. അപ്പൊ എങ്കിൽ നമുക്ക് തന്നെ ആലോചിക്കാം പെർസെന്റേജ് ഓഫ് ഹൈഡ്രജൻ എങ്ങനെ ഇതുപോലെ കണ്ടുപിടിക്കാം എന്നാലോചിച്ചാൽ നമുക്കറിയാം വാട്ടർ ആണ്. ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1, 2 × 1 2 പ്ലസ് ഓക്സിജൻ 16, എല്ലാവരും കൂട്ടുമ്പോൾ 18. അപ്പൊ ഇതുപോലെ നമുക്ക് ചിന്തിക്കാം. 18 ഗ്രാമിനകത്ത് 2 ഗ്രാം ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ M2 ഗ്രാമിനകത്ത് എത്രയുണ്ടായിരിക്കും? ഇനി ഇത്രയും കാണപ്പെടുന്നത് ടോട്ടൽ M മാസിനകത്താണ്. എങ്കിൽ 100 ഗ്രാമിനകത്ത് എത്രയുണ്ട്, അല്ലെങ്കിൽ 100-ൽ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ പെർസെന്റേജ് ഓഫ് ഹൈഡ്രജൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല റെഡി ആയിട്ടുണ്ട്. 2 × M2 × 100 / 18 × M എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൽ M2 എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് എമൗണ്ട് ഓഫ് വാട്ടർ കളക്റ്റഡ് ആണ്.
എം എന്ന് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ആണെന്ന് മനസ്സിലാക്കുക. ഇനി ഇവിടെ കൊടുക്കുന്ന ലെറ്ററിന് പ്രത്യേകിച്ച് പ്രാധാന്യമില്ല. ഇവിടെ നമുക്ക് W1 എന്നോ K1 എന്നോ X1 എന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുത്ത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിന് പ്രശ്നമുള്ള കാര്യമല്ല. ഓക്കെ, അപ്പൊ എന്തായാലും ശരി, രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഒന്നുകൂടെ ഓർമ്മിക്കാം. എസ്റ്റിമേഷൻ ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ എങ്ങനെ പറയാം എന്ന് ചോദിച്ചാൽ, മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് സെലക്ട് ചെയ്യുക. അതിനെ എം എന്ന് ഞാൻ പറഞ്ഞു. ആ ഓർഗാനിക് കോമ്പൗണ്ടിനെ ഓക്സിഡൈസ് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് കോപ്പർ ഓക്സൈഡ്. അപ്പോൾ അവിടെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഫോം ചെയ്തു. കാർബൺ ഡൈ ഓക്സൈഡിനെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനകത്ത് കളക്ട് ചെയ്യുക. വാട്ടറിനെ കാൽസ്യം ക്ലോറൈഡിനകത്ത് കളക്ട് ചെയ്യുക. അങ്ങനെ കളക്ട് ചെയ്ത് കിട്ടുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാസിനെ M1 ഗ്രാം എന്ന് പറയുന്നു. വാട്ടറിന്റെ മാസിനെ M2 ഗ്രാം എന്ന് പറയുന്നു. ഇനിയെങ്കിൽ പെർസെന്റേജ് ഓഫ് കാർബൺ കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ 12 into M1 into 100 divided by 44 into M, where M is the total mass of organic compound, M1 is the mass of carbon dioxide collected. Percentage of hydrogen കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ 2 into M2 into 100 divided by 18 into M, where M2 is the mass of water collected. M എന്ന് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ഇതിന് വേറെ M1 എന്നും ഇതിന് M2 എന്ന് കൊടുത്താലും പ്രശ്നമില്ല. ഇതിന് വേറെ X എന്നോ X2 എന്നോ ഇഷ്ടമുള്ള ലെറ്റർ കൊടുക്കാം. പക്ഷെ കാര്യങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് അവിടെ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കളക്റ്റഡ് ആണ്. ഇവിടെയാണെങ്കിൽ ടോട്ടൽ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. ഇവിടെയാണെങ്കിൽ എമൗണ്ട് ഓഫ് വാട്ടർ കളക്റ്റഡ് ആണെന്ന് ഓർമ്മിക്കാം. ഇവിടെ ടോട്ടൽ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്നാമത്തെ ടെസ്റ്റ് ഫോർ കാർബൺ ആൻഡ് ഹൈഡ്രജൻ, രണ്ടാമത്തത് എസ്റ്റിമേഷൻ ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ. ഇനി മൂന്നാമത്തത് ടെസ്റ്റ് ഫോർ നൈട്രജൻ. അപ്പൊ ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കാർബണും ഹൈഡ്രജനും അല്ലാതെ കാണപ്പെടുന്ന നൈട്രജൻ, സൾഫർ, ഹാലജൻ, എക്സ് എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, ഇങ്ങനെയുള്ള ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ പ്രസൻസ് മനസ്സിലാക്കണമെങ്കിൽ നമ്മളൊരു സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യണം. അപ്പൊ ആ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്ന വിധം ആദ്യം പറയാം. അപ്പൊ അതിനുവേണ്ടി നമ്മളൊരു ചെറിയൊരു ഫ്യൂഷൻ ട്യൂബ് എടുക്കുക. ഫ്യൂഷൻ ട്യൂബ്. അപ്പൊ ഞാൻ പറഞ്ഞു തന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് നൈട്രജന്റെ പ്രസൻസ് മനസ്സിലാക്കാനുള്ള ടെസ്റ്റ് പഠിക്കണം. അപ്പൊ അതിനുവേണ്ടിയാണ് പറയുന്നത്. ഇപ്പൊ നൈട്രജനും സൾഫറും ഹാലജനും പോലുള്ള എലമെന്റുകൾ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു സൊല്യൂഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ആ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യേണ്ട മാർഗം ഇത്രയാണ്. ഒരു ചെറിയ ഫ്യൂഷൻ ട്യൂബ്. ഫ്യൂഷൻ ട്യൂബ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ടെസ്റ്റ് ട്യൂബിനേക്കാളും വളരെ വലിപ്പം കുറഞ്ഞ ചെറിയൊരു ട്യൂബാണ്. ആ ട്യൂബിനകത്തേക്ക് ഓർഗാനിക് കോമ്പൗണ്ട് ഇടുക. കൂടെ സോഡിയം ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ അത് പരീക്ഷയ്ക്ക് ഒരു ചോദ്യമാണ്. എന്തിന് നമ്മൾ സോഡിയം ആഡ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ പ്രത്യേകത അത് 100% കോവലന്റ് കോമ്പൗണ്ടുകളാണ്. ആ കോവലന്റ് കോമ്പൗണ്ടുകളിനകത്ത് നിന്ന് അയോണിക് നേച്ചർ കൊണ്ടുവരാൻ, അതായത് കൺവേർട്ട് കോവലന്റ് കോമ്പൗണ്ട് ടു അയോണിക് നേച്ചർ കൊണ്ടുവരാൻ വേണ്ടിയാണ് അവിടെ സോഡിയം ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെ സോഡിയം ഉപയോഗിച്ച് നല്ലവണ്ണം ഹീറ്റ് ചെയ്ത് ഒരു എക്സ്ട്രാക്ട് ഫോം ചെയ്യുക. എക്സ്ട്രാക്ട് തൽക്കാലത്തേക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു സൊല്യൂഷൻ അവിടെ ഫോം ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നൈട്രജന്റെ ടെസ്റ്റ് മനസ്സിലാക്കണം. അപ്പൊ അതിനുവേണ്ടി നൈട്രജൻ, സൾഫർ, ഹാലജൻ പോലുള്ള ആൾക്കാരെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളൊരു സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യണം. ആ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയെന്നാണ് പറഞ്ഞു വരുന്നത്. ഒരു ഫ്യൂഷൻ ട്യൂബിലേക്ക് ഓർഗാനിക് കോമ്പൗണ്ട് എടുത്തു, അതിലേക്ക് സോഡിയം ആഡ് ചെയ്ത് നല്ലവണ്ണം ഹീറ്റ് ചെയ്ത് ഒരു എക്സ്ട്രാക്റ്റിന്റെ ഫോമിൽ, ഒരു സൊല്യൂഷന്റെ ഫോമിലേക്ക് കൊണ്ടുവന്നു. ഇനി എന്തിന് സോഡിയം അവിടെ ഉപയോഗിച്ചു എന്ന് ചോദിച്ചാൽ അതൊരു പരീക്ഷയ്ക്ക് ഒരു ചോദ്യമാണ്. അവിടെ കോവലന്റ് നേച്ചർ മാറിയിട്ട് പകരം അയോണിക് നേച്ചർ കൊണ്ടുവരാൻ വേണ്ടിയാണെന്ന് പറയാം. ഇനി എക്സ്ട്രാക്ട് ഫോം ചെയ്യുന്ന സമയത്ത് ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് കാണുന്ന നൈട്രജൻ അത് സോഡിയം സയനൈഡ് ഫോമിലേക്ക് കാണപ്പെടും. സോഡിയം സയനൈഡിന്റെ ഫോമിലേക്ക് കാണപ്പെടും. അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇനി അതുപോലെ തന്നെ സൾഫർ കാണപ്പെടുന്നത് സോഡിയം സൾഫൈഡ് ആണ്, Na2S സൾഫൈഡ്. ഇനി അതുപോലെ തന്നെ ഹാലജൻ കാണപ്പെടുന്നത് സോഡിയം ഹാലൈഡ് ആയിട്ടാണ്, NaCl എന്നും NaX എന്നും നമുക്ക് സിമ്പിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. NaX ആയിട്ട് കാണപ്പെടുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ കിട്ടുന്ന ഈ എക്സ്ട്രാക്റ്റിനെ വിളിക്കേണ്ട പേര് ലസൈൻസ് എക്സ്ട്രാക്ട് എന്ന് പറയണം.
അല്ലെങ്കിൽ മറ്റൊരു പേര് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിക്കാം. നമുക്ക് നൈട്രജന്റെ ടെസ്റ്റ് മനസ്സിലാക്കണം. അപ്പൊ അതിനുവേണ്ടി ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നൈട്രജൻ, സൾഫർ, ഹാലജൻ പോലുള്ള എലമെന്റുകൾ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് ഉണ്ടെങ്കിൽ നമ്മൾ ആ എലമെന്റുകളെ മറ്റൊരു ഫോമിലേക്ക്, ഒരു സൊല്യൂഷന്റെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനുവേണ്ടി ആ ഓർഗാനിക് കോമ്പൗണ്ടിന്റെ ഒരു ഫ്യൂഷൻ ട്യൂബിനകത്ത് എടുത്തിട്ട് അതിന്റെ കൂടെ സോഡിയം ആഡ് ചെയ്തിട്ട് അതിനെ നല്ലവണ്ണം ഹീറ്റ് ചെയ്ത് ഒരു എക്സ്ട്രാക്റ്റിന്റെ ഫോമിൽ കൊണ്ടുവരിക. എന്തിന് സോഡിയം ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ കൺവേർട്ട് കോവലന്റ് കോമ്പൗണ്ട് ഇൻടു അയോണിക് നേച്ചർ എന്ന് നമുക്ക് പറയണം. ഇനി അതിനുശേഷം ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് നൈട്രജൻ ഉണ്ടെങ്കിൽ അത് കാണപ്പെടുന്നത് സോഡിയം സയനൈഡ് ഫോമിലാണ്. അതേസമയം സൾഫർ ആണ് കാണുന്നതെങ്കിൽ അത് സോഡിയം സൾഫൈഡിന്റെ ഫോമിൽ കാണപ്പെടും. ഹാലജൻ ആണെങ്കിൽ അത് സോഡിയം ഹലൈഡിന്റെ ഫോമിൽ കാണപ്പെടും. ഇങ്ങനെ കിട്ടുന്ന ഈ സൊല്യൂഷൻ നമ്മൾ വിളിക്കുന്ന പേര് ലസൈൻസ് എക്സ്ട്രാക്ട് എന്നാണ്, അല്ലെങ്കിൽ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എന്ന് പറയണം. ഓക്കെ, ഇനി നൈട്രജന്റെ പ്രസൻസ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചാൽ ഇതിൽ നിന്ന് അല്പം ലസൈൻസ് എക്സ്ട്രാക്ട് എടുക്കുക. അതിന്റെ കൂടെ രണ്ട് കോമ്പണന്റ് ചേർക്കുക. ഒന്ന് ഫെറസ് സൾഫേറ്റ്, കൂടെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ നൈട്രജന്റെ പ്രസൻസ് മനസ്സിലാക്കണമെങ്കിൽ ഈ എക്സ്ട്രാക്ട് അല്പം എടുത്തതിന് ശേഷം അതിന്റെ കൂടെ രണ്ട് കമ്പോണന്റ് ചേർക്കുക. ഒന്ന് ഫെറസ് സൾഫേറ്റും മറ്റൊന്ന് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ചേർക്കുന്ന സമയത്ത് അവിടെ ഒരു ബ്ലൂ അപ്പിയറൻസ് വന്നാൽ, ബ്ലൂ കളർ വന്നാൽ തന്നിരിക്കുന്ന കോമ്പൗണ്ടിനകത്ത് നൈട്രജൻ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇപ്പൊ നൈട്രജന്റെ ടെസ്റ്റ് ആണ് ഇപ്പൊ പറഞ്ഞു വന്നത്. അതിനുവേണ്ടി ലസൈൻസ് എക്സ്ട്രാക്ട് പ്രിപ്പയർ ചെയ്യുക. ആ ലസൈൻസ് എക്സ്ട്രാക്ടിന്റെ കൂടെ ഫെറസ് സൾഫേറ്റും കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ബ്ലൂ കളർ ഫോം ചെയ്താൽ തന്നിരിക്കുന്ന കോമ്പൗണ്ടിനകത്ത് നൈട്രജൻ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി എന്തുകൊണ്ട് ഇവിടെ ബ്ലൂ കളർ ഫോം ചെയ്യുന്നു ചോദിച്ചാൽ അവിടെ ഒരു ഓർഗാനിക് ഒരു കോമ്പൗണ്ട് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ആ കോമ്പൗണ്ടിനെ വിളിക്കേണ്ട പേര് ഫെറോ സയനൈഡ് എന്നാണ്. അപ്പൊ അത് പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ആ കോമ്പൗണ്ടിന്റെ കെമിക്കൽ നെയിം ഫെറോസൈനൈഡ്. അപ്പൊ പേര് സൂചിപ്പിക്കും പോലെ തന്നെ അതിനകത്ത് ഫെറിക് ഉണ്ട്. ഫെറിക് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം Fe3+ ആണ്. പിന്നെ ഫെറോ ഉണ്ട്. ഫെറോ എന്ന് ഉദ്ദേശിക്കുന്നത് ഫെറസ് ആണ്. അയണിന്റെ രണ്ട് ഓക്സിഡേഷൻ സ്റ്റേറ്റും അതിനകത്തുണ്ട്. എങ്കിൽ ആ കിട്ടുന്ന കോമ്പൗണ്ടിന്റെ ഫോർമുല വരെ നമുക്ക് പരീക്ഷയിൽ ചോദിക്കാം. ആ ഫോർമുല ഇങ്ങനെ എഴുതണം: FeCN6 ടൈംസ് എഴുതി. ഇനി പുറത്തുള്ളത് ഫെറിക് ആണ്, അല്ലെങ്കിൽ ഫെറിക് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാണുന്ന അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് 3+ ആണ്. ഇവിടെ കാണിച്ചു. ഇനി ഇതിനകത്ത് FeCN6 ടൈംസ് ആണ്. അതിനകത്ത് കാണുന്ന ഫെറസ് ആണ്. ഫെറസ് ആകുമ്പോഴത്തേക്ക് നമുക്കറിയാം Fe2+ ആണ്. ആ Fe2+ഉം സയനൈഡിന്റെ ചാർജ് -1 ആണ്. Fe2+ഉം സയനൈഡിന്റെ ചാർജ് -1 ആണ്. -1 ഉള്ള 6 സയനൈഡ് ആകുമ്പോഴത്തേക്ക് -4 ആണ്, -6 ആണ്. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴത്തേക്ക് അപ്പൊ നമ്മൾ ഓർമ്മിക്കാം, ഇവിടെ അകത്ത് കാണുന്നത് ഫെറസ് ആണ്. ഫെറസ് ആകുമ്പോഴത്തേക്ക് Fe2+ ആണ്. Fe2+ഉം സയനൈഡ് ഒരാൾക്ക് -1 × 6 എന്ന് വെച്ചാൽ -6 ആയി. അപ്പൊ 2+ഉം -6ഉം കൂടെ ചേരുമ്പോഴത്തേക്ക് -4 ആയി. അപ്പൊ ഇവിടുത്തെ ഓക്സിഡേഷൻ നമ്പർ 4- ആണ്. ആ 4 ഇവിടെ കൊടുത്ത് ബാലൻസ് ചെയ്യണം 4. ഓക്കെ, അപ്പോ ഫെറോസൈനൈഡ് ആ കോമ്പൗണ്ടിന്റെ കെമിക്കൽ ഫോർമുല നമുക്ക് ഇങ്ങനെ വായിക്കണം: Fe4 FeCN6 ടൈംസ് ദി ഹോൾ ത്രൈസ്. Fe4 FeCN6 ടൈംസ് ദി ഹോൾ ത്രൈസ്. ഫോർമുല എഴുതാൻ പഠിക്കണം. ആ ഫോർമുല പരീക്ഷയ്ക്ക് ചോദിക്കും. ആദ്യം Fe എന്നിട്ടു, പിന്നെ സ്ക്വയർ ബ്രാക്കറ്റ്, അതിനകത്ത് FeCN6 ടൈംസ് ഉണ്ട്. ഇനി ഈ Feയുടെ ഓക്സിഡേഷൻ നമ്പർ 3 ആണ്. അത് ഇവിടെ കൊടുക്കുക. ഇവിടുത്തെ ഓക്സിഡേഷൻ നമ്പർ ടോട്ടൽ നോക്കുന്ന സമയത്ത് 4 കിട്ടും. ആ 4നെ ഇവിടോട്ട് കൊടുക്കുക. അപ്പൊ വായിക്കേണ്ടത് ഇങ്ങനെ: Fe4 FeCN6 ടൈംസ് ദി ഹോൾ ത്രൈസ് എന്ന് പറയാം. ഇനി ഈ കോമ്പൗണ്ടിന്റെ മറ്റൊരു IUPAC നെയിം ഉണ്ട്. അതിങ്ങനെ വായിക്കണം: പുറത്തുള്ള അയണിന്റെ പ്രത്യേകത അയൺ 3 ആണ്. പിന്നെ ഉള്ളത് 6 സയനൈഡ്, ഹെക്സാ സയനൈഡോ, പിന്നെ ഫെറേറ്റ് ആണ്. ആ ഫെറേറ്റിന്റെ ഓക്സിഡേഷൻ നമ്പർ 2 ആണ്. ഓക്കെ, അപ്പൊ 3 കാര്യങ്ങൾ അവിടെ ഓർമ്മിച്ചു. ഒന്നുകിൽ ഫെറോസൈനൈഡ് എന്ന കെമിക്കൽ നെയിം, അതിന്റെ ഫോർമുല Fe4 FeCN6 ടൈംസ് ദി ഹോൾ ത്രൈസ്, പിന്നെ അതിന്റെ IUPAC നെയിം അയൺ 3 ഹെക്സാ സയനൈഡോ ഫെറേറ്റ് 2 എന്ന് പറയാം.
ഇനി ഇതിലെല്ലാത്തിനും കൂടെ ഒരു കോമൺ നെയിം കൂടെയുണ്ട്. ആ കോമൺ നെയിമിനെ നമ്മൾ പ്രഷ്യൻ ബ്ലൂ എന്ന് പറയാം. ഓക്കെ, പ്രഷ്യൻ ബ്ലൂ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അതൊന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പൊ നമ്മൾ അവസാന ഭാഗത്തിൽ നമ്മൾ പറഞ്ഞത് ടെസ്റ്റ് ഫോർ നൈട്രോജൻ ആണ്. അതിൽ എന്തൊക്കെ അറിയണമെന്ന് ചോദിച്ചാൽ നമുക്കൊന്നും ചിന്തിക്കാം. നൈട്രോജൻ, സൾഫർ, ഹാലജൻ പോലുള്ള എലമെന്റുകൾ കണ്ടുപിടിക്കണമെങ്കിൽ അവിടെ ഒരു സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുക. ആ സൊല്യൂഷനെ നമ്മൾ വിളിക്കേണ്ട പേര് ലസൈൻസ് എക്സ്ട്രാക്ട് എന്നാണ്, അല്ലെങ്കിൽ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എന്ന് പറയാം. ഇനി ലസൈൻസ് എക്സ്ട്രാക്ട് എങ്ങനെ ഉണ്ടാക്കാം എന്ന് ചോദിച്ചാൽ, തന്നിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടിനെ ഒരു ഫ്യൂഷൻ ട്യൂബിൽ എടുത്ത് അതിന്റെ കൂടെ സോഡിയം ഉപയോഗിച്ച് ഹീറ്റ് ചെയ്ത് ഒരു എക്സ്ട്രാക്റ്റിന്റെ ഫോമിൽ കൊണ്ടുവരിക. ഇനി സോഡിയം എന്തിനവിടെ ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ, അവിടെ കോവലന്റ് നേച്ചറിൽ നിന്ന് അയോണിക് നേച്ചറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് സോഡിയം ഉപയോഗിക്കുന്നത് പറയാം. ഇനി അങ്ങനെ സോഡിയം ഉപയോഗിക്കുന്ന സമയത്ത് ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് കാണുന്ന നൈട്രജൻ ഏത് ഫോമിലേക്ക് മാറുന്നു എന്ന് ചോദിച്ചാൽ, അത് സോഡിയം സയനൈഡ് ഫോമിലേക്ക് മാറുന്നു. അതേസമയം സൾഫർ ആണെങ്കിൽ അത് സോഡിയം സൾഫൈഡിലേക്ക് മാറുന്നു. ഹാലജൻ ആണെങ്കിൽ അത് സോഡിയം ഹാലൈഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഇനി അടുത്ത് നമ്മൾ ടെസ്റ്റിലേക്ക് വരാം. അതിനുവേണ്ടി നൈട്രജൻ കണ്ടുപിടിക്കണമെങ്കിൽ, ബാക്കി സൾഫറിന്റെയും ഹാലജന്റെയും നമുക്കിപ്പോൾ പഠിക്കാനില്ല. നൈട്രജൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഈ ലസൈൻസ് എക്സ്ട്രാക്റ്റിന്റെ കൂടെ രണ്ട് കോമ്പൗണ്ടുകൾ ചേർക്കുക. ഒന്ന് ഫെറസ് സൾഫേറ്റ്, മറ്റൊന്ന് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ബ്ലൂ അപ്പിയറൻസ് ഫോം ചെയ്താൽ തന്നിരിക്കുന്ന കോമ്പൗണ്ടിനകത്ത് നൈട്രജൻ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി ഇങ്ങനെ ബ്ലൂ കളർ കിട്ടാൻ കാരണം ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നതാണ്. ആ കോമ്പൗണ്ട് നമ്മൾ വിളിക്കേണ്ട പേര് പ്രഷ്യൻ ബ്ലൂ എന്നാണ്. പ്രഷ്യൻ ബ്ലൂവിന്റെ കെമിക്കൽ നെയിം ഫെറി പെറോസയനൈഡ്. പ്രഷ്യൻ ബ്ലൂവിന്റെ ഫോർമുല Fe4 FeCN 6 times the whole thrice. പ്രഷ്യൻ ബ്ലൂവിന്റെ IUPAC നെയിം Iron 3 hexacyanide of ferrate 2. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നല്ലോണം പഠിക്കാം. ഓക്കെ, അപ്പൊ നമ്മളിത് പറഞ്ഞ് അവസാനിപ്പിച്ച കാര്യങ്ങൾ ടെസ്റ്റ് ഫോർ കാർബൺ ആൻഡ് ഹൈഡ്രജൻ, എസ്റ്റിമേഷൻ ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ, അതുപോലെ തന്നെ ലസൈൻസ് ടെസ്റ്റിനെ പറ്റിയാണ് ഇപ്പോൾ സംസാരിച്ചത്. നൈട്രജന്റെ പ്രസൻസ് മനസ്സിലാക്കാൻ അതിനകത്ത് പ്രഷ്യൻ ബ്ലൂവിന്റെ കാര്യങ്ങളൊക്കെ വ്യക്തമായി പഠിക്കാം. ഓക്കെ, ഒരുപാട് പ്രാവശ്യം എഴുതി പഠിക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം.